ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് ടേംസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഓരോ ടേമും, അതായത് അക്കൗണ്ട്സ് പേയബിൾ, അക്കൗണ്ട്സ് റിസീവബിൾ അങ്ങനെ തുടങ്ങിയ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് ടേംസിൻ്റെ എന്താണ് അവ എന്ന് മനസ്സിലാക്കി തരുന്ന ക്ലാസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓരോ ടേമും പറയുമ്പോൾ അതെന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാലോചിക്കുക. ഞാൻ പറയുന്ന ആൻസറും നിങ്ങൾ ആലോചിച്ച ആൻസറും കറക്റ്റാണോ എന്ന് നോക്കുക. എന്നിട്ട് എത്ര മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ വരുന്നത് അക്കൗണ്ട്സ് പേയബിൾ ആണ്. എന്താണ് അക്കൗണ്ട്സ് പേയബിൾ എന്ന് പറഞ്ഞാൽ അത് ബാലൻസ് ഷീറ്റിൽ ഏത് സൈഡിലാണ് രേഖപ്പെടുത്തുക? അക്കൗണ്ട്സ് പേയബിൾ എന്നാൽ ഇൻക്ലൂഡ്സ് ആൾ ഓഫ് ദ എക്സ്പെൻസസ് ദാറ്റ് എ ബിസിനസ് has incurred but has not yet paid. This account is recorded as a liability on the balance sheet as a debt owed by the company. Accounts payable എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ് രേഖപ്പെടുത്തുക. എന്താണ് അക്കൗണ്ട്സ് പേയബിൾ? ഇൻക്ലൂഡ്സ് ആൾ ഓഫ് ദ എക്സ്പെൻസസ് ദാറ്റ് എ ബിസിനസ് ഹാസ് ഇൻകറേഡ് ബട്ട് ഹാസ് നോട്ട് യെറ്റ് പെയ്ഡ്. അടുത്തത് അക്കൗണ്ട്സ് റിസീവബിൾ ആണ്. എന്താണ് അക്കൗണ്ട്സ് റിസീവബിൾ എന്ന് ആലോചിക്കുക. അതുപോലെ തന്നെ അത് ബാലൻസ് ഷീറ്റിൻ്റെ ഏത് സൈഡിലാണ് വരിക? ബാലൻസ് ഷീറ്റിൻ്റെ ഏത് സൈഡിലാണെന്നുള്ളത് എളുപ്പമുള്ള കാര്യമാണ്. കാരണം അക്കൗണ്ട്സ് പേയബിൾ ലയബിലിറ്റി സൈഡാകുമ്പോൾ അക്കൗണ്ട്സ് റിസീവബിൾ എന്താണ്? ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലായിരിക്കും. എന്താണ് അക്കൗണ്ട്സ് റിസീവബിൾ എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡ്സ് ആൾ ഓഫ് ദ റവന്യൂ ദാറ്റ് എ കമ്പനി ഹാസ് നോട്ട് യെറ്റ് കളക്റ്റഡ് പേയ്മെൻറ്റ് ഓൺ. Includes all of the revenue that a company has not yet collected payment on. This account is on balance sheet recorded as an asset. അക്കൗണ്ട് പേയബിൾ ലയബിലിറ്റി സൈഡിലും അക്കൗണ്ട്സ് റിസീവബിൾ അസറ്റ് സൈഡിലും ആയിരിക്കും. അടുത്തത് അക്രൂഡ് എക്സ്പെൻസ്. എന്താണ് അക്രൂഡ് എക്സ്പെൻസ്? An expense that has been incurred but has been paid in described by the term accrued expense. An expense that has been incurred but hasn't been paid is described by the term accrued expense. അടുത്തത് ബുക്ക് വാല്യൂ. എന്താണ് ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ as an asset is depreciated, it loses value. The book value shows the original value of an asset less any accumulated depreciation. As an asset is depreciated, it loses value. The book value shows the original value of an asset less any accumulated depreciation. അടുത്തത് നമ്മൾ കേട്ടിട്ടുള്ള വളരെയധികം ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. പക്ഷെ നമുക്കറിയാമോ എന്താണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നത്? നമുക്ക് നോക്കാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആർ ദി എക്സ്പെൻസസ് ദാറ്റ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദി ക്രിയേഷൻ ഓഫ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ്. ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു സർവീസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വരുന്ന എക്സ്പെൻസസിനെയാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഓർ ഡയറക്റ്റ് ലേബർ ടു പ്രൊവൈഡ് എ സർവീസ്. അടുത്തത് വരുന്നത് GM. എന്താണ് GM? അതിൻ്റെ ഫുൾ ഫോം ഒന്ന് പറഞ്ഞു നോക്ക്. GM എത്ര പേർക്കറിയാം? GM എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? ഗ്രോസ് മാർജിൻ. അതാണ് GM. അപ്പോൾ എന്താണ് GM? ഗ്രോസ് മാർജിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പെർസെൻറ്റേജ് കാൽക്കുലേറ്റഡ് ബൈ ടേക്കിംഗ് ഗ്രോസ് പ്രോഫിറ്റ് ആൻഡ് ഡിവൈഡിംഗ് ബൈ റവന്യൂ ഫോർ ദി സെയിം പീരീഡ്. ഇറ്റ് റെപ്രസെൻറ്റ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് എ കമ്പനി ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ദി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇറ്റ് ഈസ് എ പെർസെൻറ്റേജ് കാൽക്കുലേറ്റഡ് ബൈ ടേക്കിംഗ് ഗ്രോസ് പ്രോഫിറ്റ് ആൻഡ് dividing by revenue for the same period. It represents the profitability of a company after deducting the cost of goods sold. അടുത്തത് നെറ്റ് മാർജിൻ, അതായത് NM. നെറ്റ് മാർജിൻ. എന്താണ് നെറ്റ് മാർജിൻ? നെറ്റ് മാർജിൻ ഈസ് ദി പെർസെൻറ്റേജ് എമൗണ്ട് ദാറ്റ് ഇല്ലുസ്ട്രേറ്റ് the profit of a company in relation to its revenue. It is calculated by dividing it by revenue for given period. അപ്പോൾ നെറ്റ് മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ദ പെർസെൻറ്റേജ് എമൗണ്ട് ദാറ്റ് ഇല്ലുസ്ട്രേറ്റ് the profit of a company in relation to its revenue. It is calculated by dividing it by revenue for given period.
അടുത്തത് വളരെ എളുപ്പമുള്ള ഒരു ടേമാണ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. എന്താണ് റവന്യൂ? എന്താണ് റവന്യൂ എന്ന് പറഞ്ഞാൽ എനി മണി ഏൺഡ് ബൈ ദി ബിസിനസ്